മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മഞ്ജുവിന്റെ ഫോണിലേക്ക് ദുർഗ വിളിച്ചിട്ട് എന്തൊക്കെയാ അവിടെ നടക്കുന്നത്, മേഘൻ ഇപ്പൊ ചൂടായിട്ടാണ് ഇവിടെ പോയത് എന്നെല്ലാം പറയുമ്പോ അയാളെ ചെയ്തതൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന് മഞ്ജു പറയുന്നതും അവനൊന്നും ചെയ്തിട്ടില്ല, കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മുഖത്ത് നോക്കിയിട്ട് വൃത്തികേടൊന്നും കാണിക്കരുത് പറഞ്ഞിട്ടാണ് അവൻ പോയത് എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ദുർഗയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് കരുണ മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീയും മേഘേട്ടനും തമ്മിൽ വേർപിരിയാൻ വേണ്ടിയിട്ട് നിന്റെ ഏട്ടനും അയാളുടെ ഭാര്യയും ചേർന്ന് ഉണ്ടാക്കുന്ന പണിയാണ് ഇതൊക്കെ. ഏട്ടനായിട്ടുകൂടി അയാള് നിന്റെ കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നില്ലേ, എന്നിട്ടും നിങ്ങളുടെ കല്യാണം നടന്നതിലുള്ള ദേഷ്യമാണ് അയാൾ തീർക്കുന്നത്. ആദ്യം മേഘേട്ടന്റെ അച്ഛനെയും എന്റെ അച്ഛനെയും ഗുണ്ടകളെ വെച്ച് തല്ലിച്ചു, എന്നിട്ടും കലി തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും വഴക്കിടരുത്, അങ്ങനെ ഒരിക്കലും നമ്മുടെ ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത് എന്നെല്ലാം കരുണ പറയുമ്പോ പെട്ടെന്ന് ആ പടം കണ്ടപ്പോ എന്റെ മനസ്സ് പിടിവിട്ട് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ലക്ഷ്മിക്ക് എന്തായാലും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതിനുള്ള ദേഷ്യം ആ ഒരു ധാഷ്യം അവളുടെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് മഞ്ജുവിന്റെ ജീവിതം തകർക്കാനാണ് അവൾ നോക്കുന്നത്. അതിനൊന്നും ഒരിക്കലും നമ്മൾ നിന്നു കൊടുക്കരുത് എന്നെല്ലാം ഒരു ഉപദേശം പോലെ കരുണ മഞ്ജുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ സീമന്തിനി. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, ദുർഗ എന്നെയും വിളിച്ചിരുന്നു, ഇതുപോലെ ഭാര്യയും ഭർത്താവിനും ഇടയിൽ വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്കേ നഷ്ടം ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവ് മറ്റൊരുത്തിക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. കണ്ടുകൊണ്ട് കാണാതെ ഒന്നും വിശ്വസിക്കരുത് എന്ന് സീമന്തിനി മറുപടി കൊടുക്കുന്നുണ്ട് മഞ്ജുവിന്. ഇതേ സമയത്ത് തന്നെ മേഘൻ വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഞാൻ നിന്റെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും കണ്ടിട്ടാ വരുന്നതെന്ന് പറയുമ്പോൾ ദുർഗയും കരുണയും ഇപ്പൊ വിളിച്ചു വച്ചതേയുള്ളൂ എന്ന് സീമന്തിനിയും പറയുന്നുണ്ട്. ആരാണെങ്കിലും ഈ ചെയ്തവരെ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും, എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ കൊത്തിയെരിയും എന്നെല്ലാം മേഘൻ ഭീഷണിയോടെ പറയുമ്പോ കൊത്തിയെരിയാനൊന്നും നിൽക്കണ്ട, മൊബൈലിൽ കണ്ടതൊന്നും സത്യമാവാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു പെൺകുട്ടിയെയും എന്നെയും ചേർത്തിട്ടാണ് ഓരോ ഫോട്ടോകൾ പടച്ചു വരുന്നതെന്ന് പറയുമ്പോ ഇങ്ങനെ സ്വയം ന്യായീകരിച്ചൊക്കെ പറയുമ്പോ മേഘന്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. എല്ലാം ചെയ്തു വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ അവിടെ നിന്നും പോവാണ്. ശേഷം കല്യാണത്തിന് അവന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതിന്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഊതി വീർപ്പിച്ചു കഴിഞ്ഞാൽ നിനക്കേ നഷ്ടം വരൂ എന്ന് സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ മേഘനും സീമന്തിനിയും കരുണയും ദുർഗയൊക്കെ ഇത്രത്തോളം പറയുന്നുണ്ടെങ്കിലും അവരുടെ വാക്കുകളൊന്നും മഞ്ജുവിനെ പൂർണ്ണമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതായത് മേഘൻ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മഞ്ജു വ്യക്തമായിട്ട് കേട്ടതാണ്. ആ കാര്യങ്ങളൊക്കെ മഞ്ജുവിന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ മഞ്ജുവിന്റെ മനസ്സ് കൺവിൻസ്ഡ് ആവുന്നില്ല കേട്ടോ. അങ്ങനെ മേഘൻ ഫോണിലൂടെ സംസാരിച്ചത് സാഗറിനോടാണ് എന്നും മഞ്ജു പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ അവിടെ എത്തുന്നതും മേഘൻ കുളിക്കാൻ പോയി എന്ന് മനസ്സിലാക്കുന്ന മഞ്ജു ആണെങ്കിൽ അവിടെ കിടന്നിരുന്ന മേഘന്റെ ഫോൺ എടുത്തിട്ട് അതിൽ നിന്നും സാഗറിന്റെ ഫോൺ നമ്പർ എടുത്തിട്ട് തന്റെ മൊബൈലിലേക്ക് സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറിനെ കാണാൻ എത്തുന്ന മഞ്ജുവിനെയാണ്. അപ്പൊ മഞ്ജുവിനെ കാണുന്നതും സാഗറാണോ എന്റെ ഫോണിലേക്ക് മേഘേട്ടനും മറ്റൊരു പെൺകുട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അയച്ചു തന്നെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല എന്ന് സാഗർ പറയുന്നുണ്ടെങ്കിലും സാഗറും മേഘേട്ടനും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണല്ലോ, അതുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ നോക്കണ്ട എന്ന് മഞ്ജു പറയുമ്പോ അവൻ എന്നെ തല്ലിയത് എനിക്ക് മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉള്ളതുപോലെ പറയാം എന്ന് തന്നെ തീരുമാനിക്കാണ് കേട്ടോ സാഗർ ചെയ്യുന്നത്. തുടർന്ന് സാഗർ പറയുന്നുണ്ട്, കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മേഘൻ സാറാണ് എന്നെ ഫിനാൻസിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ ആ ജോലി കൃത്യമായിട്ട് ചെയ്തില്ലല്ലോ എന്ന് മഞ്ജു ചോദിക്കുന്നതും മഹാലക്ഷ്മി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല, അവളെ അങ്ങനെ ഒരു ആണയും കീഴ്പ്പെടുത്താനായിട്ട് പറ്റില്ല, അത് മറ്റാരേക്കാളും നന്നായിട്ട് മേഘൻ സാറിനറിയാം, മേഘൻ സാറിന് വിവാഹത്തിന് മുൻപ് അവരുടെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം സാഗർ പറയുമ്പോ എനിക്ക് പഴയ കഥകളൊന്നും അറിയണ്ട, എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, നീ ഇപ്പോ എന്റെ ഫോണിലേക്ക് അയച്ചു തന്ന പെൺകുട്ടി ഇപ്പൊ ജീവനോടെ ഉണ്ടോ അതോ തല വെട്ടിമാറ്റി നീ മറ്റേതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോ ചേർത്ത് അയച്ചതാണോ എന്നെല്ലാം മഞ്ജു ചോദിക്കുമ്പോ മാനസ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, മേഘൻ സാറും മാനസയും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട് എന്നെല്ലാം പറയുമ്പോ അത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ട് നീ കളിച്ച കളി ഇവിടെ കളിക്കണ്ട എന്ന് മഞ്ജു പറയുമ്പോ മേഘൻ സാറും മാനസയും തമ്മിലുള്ള ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ട് എന്ന് സാഗർ തുറന്ന് പറയുമ്പോ അത് കേട്ട് സ്തബ്ധയായി പോകുന്നുണ്ട് കേട്ടോ മഞ്ജു. എന്നിട്ട് സാഗറിന്റെ ആ ഷോക്കില് സാഗറിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചിട്ട് വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, ഇതൊക്കെ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു എന്നറിയാൽ എന്നെ മിക്കവാറും മേഘൻ സാറ് കൊല്ലും, അല്ലെങ്കിൽ കൊല്ലാനായിട്ട് ആളെ വെക്കും, മാനസയും മേഘൻ സാറും തമ്മിൽ
സ്നേഹിച്ചു നടന്ന സമയത്ത് അവർക്ക് ഒരു അബദ്ധം പറ്റി. അതിൽ അവർക്കൊരു കുഞ്ഞു ജനിച്ചു, ഒരു ആൺകുട്ടി എന്ന് സാഗർ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അത് കേട്ട് തകർന്നു പോകുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് സാഗർ പറയുന്നുണ്ട്, ഇനി ആ കുട്ടി മേഘൻ സാറിന്റേത് തന്നെയാണോ എന്ന് തെളിയിക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് മാർഗങ്ങളില്ലേ. ഒരു മുടിനാരിഴ കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യം പറയും. മാനസ ജീവനോട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളും സത്യം തന്നെയാണ്. വേണമെങ്കിൽ മാനസയുടെ വീടും ഡീറ്റെയിൽസും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേഘൻ സാർ അറിയും. ഒരു കാരണവശാലും സത്യം കണ്ടെത്താൻ കഴിയില്ല എന്നെല്ലാം മേഘം പറയുമ്പോ സാഗർ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഞാൻ എപ്പോ നിന്നെ വിളിപ്പിച്ചാലും നീ മൊബൈൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പോകാൻ തുടങ്ങുന്നതും, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ഞാൻ സങ്കല്പിക്കുന്നതിലും അപ്പുറം ഒരു തുക ഓഫർ ചെയ്തിട്ടാണ് ആ നാടകം കളിക്കാനായിട്ട് എന്നെ വിളിപ്പിച്ചത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ പോലും സ്നേഹിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തരികിട പണിക്ക് തുനിഞ്ഞിറങ്ങിയത്. അതിലെനിക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടെന്നെല്ലാം സാഗർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, പക്ഷെ എന്റെ ഭർത്താവ് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. എന്നെ ഏത് സമയത്ത് വിളിച്ചാലും എന്ത് സഹായത്തിനും ഞാൻ റെഡിയാണെന്ന് സാഗറും പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ മേഘന്റെ കുടുംബം കുളം തോണ്ടിയതെന്ന് ആലോചിച്ച് 3 പേരും, അതായത് മാർക്കോയും ലോക്കോസും സാഗറും പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, അവളുടെ മനസ്സ് നീ ഇളക്കി വിട്ടത് നന്നായി. ഇനി മേഘന്റെ കുടുംബം ഇളകും. നിന്നെ വെച്ച് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും തെറ്റിക്കാനാണ് ആ ഫ്രോഡ് ശ്രമിച്ചത്. അതുകൊണ്ട് അവന്റെ കുടുംബത്തിന് അടിത്തറ ഇളക്കണമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്റെ പേരെങ്ങാനും അവള് വീട്ടിൽ ചെന്ന് പറയോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന് സാഗര പറയുമ്പോ, നിനക്ക് വിവരമില്ലേ സാഗരെ, മേഘന്റെ തെറ്റായ ബന്ധം മനസ്സിലാക്കിയ ഭാര്യയാണ് ഇപ്പൊ മഞ്ജു. ഇനി സത്യം കണ്ടെത്താനായിരിക്കും അവളുടെ ശ്രമം. അതിനുവേണ്ടി ആ സമയത്ത് അവള് നിന്റെ സഹായം തേടി വരുമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ വീണ്ടും അവളുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുമെന്ന് ലോപ്പസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ കയ്യിലെ തെളിവുകളുണ്ടല്ലോ, ജീവിക്കുന്ന തെളിവ്, മേഘന്റെയും മാനസയുടെയും കുഞ്ഞ് അവളുടെ വീട്ടിലും ഉണ്ട്. പിന്നെ എന്താ കുഴപ്പമെന്ന് മാർക്കോ ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇത് കേൾക്കുന്ന സാഗരാണെങ്കിൽ, ഇനി വേറെ വല്ല പെണ്ണുങ്ങളെയും മേഘനുമായിട്ട് ബന്ധമുള്ള പെണ്ണുങ്ങളെയും ഞാൻ തപ്പിയെടുക്കണമെന്ന് ചോദിക്കുമ്പോ, അത് വേണ്ട, തൽക്കാലം മാനസ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇനി നിന്റെ കയ്യിലെ പാവയാണ് എന്നും മഞ്ജു എന്നും മാർക്കോ പറയുന്നുണ്ട്. ശേഷം ഇനി മിക്കവാറും അവള് മേഘനാഥന്റെ മുടിയിഴയും കൊണ്ട് നിന്റെ അരികിലേക്ക് വരുമെന്ന് ലോപ്പസും പറയുന്നുണ്ട്. മാനസയുടെ മോന്റെ ഒരു മുടിനാരിഴയെങ്കിലും എടുത്തു കൊടുത്താൽ മേഘനാഥൻ ആ കുട്ടിയുടെ അച്ഛനാണെന്ന് തെളിയും. പിന്നെ നീ പറഞ്ഞതെല്ലാം സത്യമായിട്ട് വരും. പക്ഷെ മേഘനാഥൻ തന്നെയായിരിക്കണം ആ കുട്ടിയുടെ അച്ഛൻ. അത് നീ പറഞ്ഞത് ഒരു കള്ളത്തരവും ഉണ്ടാകാൻ പാടില്ല എന്ന് മാർക്കോ പറയുമ്പോ, ആ കുഞ്ഞിന്റെ അച്ഛൻ മേഘനാഥൻ തന്നെയാണെന്ന് എന്നോടും ഞങ്ങളുടെ കൂട്ടുകാരോടുമായിട്ട് പലപ്പോഴായിട്ട് മേഘൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. കോടതിയിൽ അവനെ നിന്നും കൊണ്ടുപോകുമ്പോ അവന്റെ കണക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവന്റെ പിന്നാലെ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തുറുപ്പ് ചേട്ട് കിട്ടിയത്. എന്തിനും നല്ലതാണ്. കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും കുടുംബജീവിതം തകരാൻ ആഗ്രഹിക്കുന്നവര് സ്വന്തം കുടുംബജീവിതം നേരെയാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടട്ടെ. അവന്റെ വീട്ടിലുള്ളവർ തമ്മിൽ വഴക്കടിച്ച് ചാവട്ടെ. അവന്റെ അച്ഛനും അപ്പച്ചിയും തമ്മിൽ അകലട്ടെ എന്നും മാർക്കോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മഞ്ജു നല്ലൊരു പെൺകുട്ടിയാണെന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെല്ലാം സാഗർ പറയുമ്പോൾ, നിനക്ക് അവളിൽ ഒരു കണ്ണുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സാഗറിനെ അവിടെയായിട്ട് വാരുന്നുണ്ട് കേട്ടോ മാർക്കോയും ലോപ്പസും കൂടിയിട്ട്. പിന്നീട് അങ്ങനെ മഞ്ജു മേഘന്റെ തലയിൽ എണ്ണ പുരട്ടി മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുകയാണ്. നിന്റെ സംശയമൊക്കെ മാറിയല്ലോ, എനിക്കിതിൽ സന്തോഷമുണ്ട്. കുടുംബജീവിതത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നെല്ലാം മേഘൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജു, നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ, നിന്റെ ഏട്ടനാണ് അതിന് ശ്രമിക്കുന്നത്. അയാള് പറഞ്ഞതെല്ലാം ശരിയായിട്ട് വരണ്ടേ. അവന്റെ ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് അവന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കിയത് എന്നെല്ലാം മേഘൻ വീണ്ടും പറയുമ്പോൾ, അങ്ങനെയൊന്നും നമ്മളെ വേർപിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇനിയും ഇത്തരം ഉടായ്പകളുമായിട്ട് പലരും വരും. അതൊന്നും ഒക്കെ വിശ്വസിച്ച് നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിന്റെ മുന്നിൽ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. തുടർന്ന് മഞ്ജു മേഘന്റെ തല കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് തന്ത്രപൂർവ്വം മേഘന്റെ ഒരു തലമുടി നാരിഴ മഞ്ജു കൈക്കലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ്, എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.